ചിലതെങ്ങനെ തന്റെ മകനും മകളും കൂടെ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ അസൂയ. അപ്പൊ അങ്ങനെ ചിലതുണ്ട്. എല്ലാരും അങ്ങനൊന്നും അല്ലട്ടാ. അള്ളാഹു നമ്മുടെ അമ്മായി അമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നബിതങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പയെന്ന് പറഞ്ഞാലതാ. അങ്ങനെ ഓരോന്നും അള്ളാന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, മകളെ ഫാത്തിമ, നിനക്ക് സഹായത്തിന് വേണ്ടി ഒരടിമയെ ചോദിച്ച് നീ വീട്ടിൽ വന്നിരുന്നല്ലോ. അള്ളാന്റെ റസൂൽ തന്റെ പൊന്നാര മകളോട് ചോദിക്കുന്നു, സഹായത്തിന് ഒരു അടിമയെ വേണോ, അതോ അള്ളാടെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞു, നന്മ മതി വാപ്പാ. അള്ളാടെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന നന്മ എന്താണ് വാപ്പാ? അള്ളാന്റെ റസൂല് തന്റെ പൊന്നാര മകളോട് ആ പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത നന്മയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. നബി തങ്ങളെ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. എന്റെ പൊന്നുമോള് കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയണേ, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയണേ, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയണേ. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ പ്രതിഫലം കിട്ടുന്ന നന്മയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ